ആമസോണിൽ സെല്ലർ ആകാൻ പോകുന്ന എല്ലാവരും കേൾക്കുന്ന രണ്ട് ടേംസ് ഉണ്ട്, FBAയും FBMഉം. എന്താണ് FBA, എന്താണ് FBM? ഇത് സെയിൽസിനെ എങ്ങനെ ബാധിക്കും? ഏതിലാണ് ഓർഡേഴ്സ് കൂടുതൽ വരാൻ സാധ്യത? എന്താണ് ഇതിന്റെ കണ്ടീഷൻസ്? എന്നിവയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. FBA, ഫുൾഫില്ലഡ് ബൈ ആമസോൺ. അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ആമസോണിന്റെ വെയർഹൗസിലോട്ട് സെൻഡ് ചെയ്യാൻ പറ്റും. കസ്റ്റമർ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആമസോൺ തന്നെ അത് പ്രിന്റ് ചെയ്യുകയും പാക്ക് ചെയ്യുകയും കസ്റ്റമർക്ക് ഡെലിവറി ആക്കുകയും ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് അത് റിട്ടേൺ വരികയാണെങ്കിൽ റിട്ടേൺ ഹാൻഡിൽ വരെ ചെയ്യുന്നത് ആമസോൺ ആയിരിക്കും. അപ്പം ഇതിന്റെ പ്രത്യേകിച്ച് ഈ ഒരു പ്രോസസ്സിങ്ങിന്റെ ചാർജസ് ഒന്നുമില്ല. FBAന്റെ പല സമയത്തും FBA വെയർഹൗസ് കീപ്പ് ചെയ്യാൻ പല സമയത്തും ഓഫർ വരാറുണ്ട്. 1 month, 2 month, 3 month ഓഫർ വരാറുണ്ട്. ഇതിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫ്രെയിം ഡെലിവറിയും അതുപോലെ കസ്റ്റമർക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഡെലിവറി കിട്ടുകയും ചെയ്യും. അപ്പം കസ്റ്റമർക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡെലിവറി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെയും ഓർഡേഴ്സ് കൂടാനും ഇതുവഴി സാധിക്കും. FBM, ഫുൾഫില്ലഡ് ബൈ മർച്ചന്റ്. ഇവിടെ നിങ്ങൾ തന്നെയാണ് എല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇൻവെന്ററി മാനേജ്മെന്റ്, പാക്കിംഗ്, ഷിപ്പിംഗ്, കസ്റ്റമർ സർവീസ്, റിട്ടേൺസ്, അങ്ങനെയെല്ലാം. FBMന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് കോസ്റ്റ് കുറവാണ്, സ്റ്റോറേജ് ഫീസ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ടൈമും എഫോർട്ടും നിങ്ങൾക്കായിരിക്കും കൂടുതൽ.